ചെറിയൊരു അപ്ഡേറ്റ് കൂടി പറഞ്ഞോട്ടെ. ചെങ്ങന്നൂർ നഗരസഭ 6 വാർഡുകൾ ഫലം വന്നപ്പോൾ 5 വാർഡുകളിലും അത് വലിയ മുന്നേറ്റമാണ്. കാരണം ചെങ്ങന്നൂർ BJP പ്രതിപക്ഷത്തിരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ്. കഴിഞ്ഞ തവണ ക്രോസ് വോട്ട് ചെയ്ത് BJP പരാജയപ്പെടുത്തിയതാണ്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്ക് അപ്പുറം ഇതാ ചെങ്ങന്നൂരിന്റെ മണ്ണിലേക്കും BJPയുടെ മുന്നേറ്റം 5 സീറ്റുകളിലേക്ക് കടന്നിരിക്കുന്നു. 5 സീറ്റുകളിൽ തൃപ്പൂണിത്തറ ജിജീഷിന്റെ പ്രവചനം സാധ്യമാക്കുന്ന രീതിയിൽ 5 സീറ്റുകളിലേക്ക് തൃപ്പൂണിത്തറയിൽ NDA സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോവുകയാണ്. ഗോകുൽ, പത്തനംതിട്ടയിൽ നിന്നും ഗോകുൽ, ഈ ഭീകരന്മാരുടെ 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ കേൾക്കുന്നു. എന്താണ് പത്തനംതിട്ട നഗരസഭയിൽ സംഭവിച്ചത്? പറയൂ. ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പത്തനംതിട്ട നഗരസഭയിൽ SDPIയുടെ 3 സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടമായിരിക്കുന്നത്. കഴിഞ്ഞ തവണ SDPIയുടെ പിന്തുണയിലാണ് LDF പത്തനംതിട്ട നഗരസഭ ഭരണം പിടിച്ചിരുന്നത്. എന്തായാലും ഇക്കുറി അത് ജനങ്ങൾ അവരെ തൂത്തെറിഞ്ഞിരിക്കുകയാണ്. 3 സിറ്റിംഗ് സീറ്റുകളിൽ SDPIക്ക് നഷ്ടമായിരിക്കുകയാണ്. UDF ആണ് 3 വാർഡുകളിലും ഇപ്പോൾ ജയിച്ചിരിക്കുന്നതായിട്ടുള്ള ഫലം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും അത്. കാരണം കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ പത്തനംതിട്ട നഗരസഭ കൂടാതെ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും ജനങ്ങൾ അവരോട് വഞ്ചിച്ച ഒരു നിലപാട് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇക്കുറി SDPIക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിൽ ഇപ്പോൾ 2 പഞ്ചായത്തുകളിൽ BJPക്ക് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. 15ലധികം വാർഡുകളിൽ ഇപ്പോൾ മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിലേക്ക് അടക്കം BJP കോഴഞ്ചേരി ഡിവിഷനിൽ നിന്നും ലീഡ് ചെയ്യുന്നൊരു കാഴ്ചയും പത്തനംതിട്ടയിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട്. ഗോകുൽ, എന്തായാലും SDPIക്ക് പത്തനംതിട്ട നഗരസഭയിൽ അവരുടെ 3 സിറ്റിംഗ് വാർഡുകൾ നഷ്ടമായിരിക്കുന്നു. ശ്യാം, നമുക്ക് നേരെ തിരുവനന്തപുരം കോർപ്പറേഷൻ തീവ്ര പോരാട്ടം നടക്കുകയാണ്. 9 സീറ്റിലേക്ക് BJP ലീഡ് നില ഉയർത്തുന്നു. അതായത് സമ്പൂർണ്ണമായ ഒരു ആധിപത്യത്തിലേക്ക് വോട്ടെണ്ണൽ ആരംഭിച്ച് ഏതാണ്ട് 1 മണിക്കൂർ കടക്കുന്ന ഘട്ടത്തിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തുകയാണ്. 9 സീറ്റിൽ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ലീഡ് ചെയ്യുമ്പോൾ മേലാങ്കോട് വാർഡിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് മേലാങ്കോട് തിരുവനന്തപുരത്ത് നഗരസഭയിൽ കോർപ്പറേഷനിൽ NDAയുടെ സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. അവിടെ നിലനിർത്തുന്നു. 100 വോട്ടിലധികം ഭൂരിപക്ഷം ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 9 ഇടങ്ങളിൽ കൃത്യമായി തന്നെ ഒരു മുന്നോട്ട് കുതിക്കാൻ ഒപ്പം ഈ കോർപ്പറേഷൻ മാത്രമല്ല 10 സീറ്റിൽ കോർപ്പറേഷനിൽ BJP ലീഡ് ചെയ്തു. മാത്രമല്ല, വളരെ ശ്രദ്ധേയമായ മറ്റൊരു അപ്ഡേറ്റ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്, തിരുവനന്തപുരത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ 9 ഇടത്ത് BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വിനീഷിനും കൂടി ഇന്നലെ വിനീഷ് അത് മീറ്റിംഗിൽ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് റൂറൽ ഏരിയകളിൽ BJPയുടെ ഒരു സമ്പൂർണ്ണമായ ആധിപത്യം തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ വിവിധ ഗ്രാമപഞ്ചായത്തുകൾ BJPയുടെ ലീഡ്, ഒപ്പം തിരുവനന്തപുരം നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാരതത്തിൽ തന്നെ ശ്രദ്ധേയമായ തോറ്റു. പെരുങ്ങോട്ടുശ്ശേരി പഞ്ചായത്തിൽ AV ഗോപിനാഥ് തോറ്റു എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടിയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, AV ഗോപിനാഥ് പൂങ്കുന്നം ഡിവിഷനിൽ NDA വിജയം. പൂങ്കുന്നം ഡിവിഷൻ 300 വോട്ടിനാണ് വിജയിച്ചിരിക്കുന്നത്. എന്റെ നാട് പയ്യോളി മുനിസിപ്പാലിറ്റിയിൽ BJP 2 സീറ്റുകളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് പയ്യോളി വളരെ പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ്. പയ്യോളി എക്സ്പ്രസ് എന്ന പേരിലുള്ള PT ഉഷയുടെ ജന്മനാട്ടിൽ എന്റെയും ചെറിയ നാടാണ്. അവിടെ 2 സീറ്റുകളിൽ BJP മുന്നോട്ട് നിൽക്കുന്നു. ചെങ്ങന്നൂരിൽ 6 വാർഡിന്റെ ഫലം വരുമ്പോൾ 5ഇടത്ത് NDA ഭരണം ഏതാണ്ട് ഉറപ്പാകുകയാണ്. 5 വാർഡുകളിൽ ചെങ്ങന്നൂരിൽ BJP വിജയിച്ചിരിക്കുന്നു. 2ഇടത്തായി അവിടെ LDF ചുരുങ്ങുകയാണ്. ഒരുപക്ഷെ ക്ഷമിക്കണം, UDF 1 സീറ്റിൽ മാത്രമായി ചുരുങ്ങുന്നു. ചെങ്ങന്നൂർ നഗരസഭയുടെ ട്രെൻഡ് ഏതാണ്ട് BJPക്ക് അനുകൂലമാണ് എന്ന വ്യക്തമായ ചെങ്ങന്നൂരും തൃപ്പൂണിത്തറയും വളരെ പ്രധാനപ്പെട്ട. ജിജീഷ് കരുണാകരൻ തൃപ്പൂണിത്തറയുടെ വിശദാംശങ്ങൾ നൽകാൻ റെഡിയാണ്. ജിജീഷ്, നേരത്തെ തന്നെ നമ്മൾ ഈ തൃപ്പൂണിത്തറയിൽ ഒരു BJP തരംഗം പ്രതീക്ഷിച്ചതാണ്. നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് തന്നെ അവിടെ BJPയുടെ ഒരു പ്രകടനം നടക്കുന്നുവെന്ന് വേണ്ട ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. തീർച്ചയായും ശ്യാം, ഗൗതം, തൃപ്പൂണിത്തുറയിലെ ഒരു ട്രെൻഡ് നേരത്തെ പ്രവചിച്ച തലത്തിലേക്ക് തന്നെ പോകുന്നു എന്നതാണ് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. നിലവിൽ NDA 5 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. UDF 1, LDF 1 എന്നതാണ് കക്ഷിനില. 5 സീറ്റുകളിൽ 2ഇടത്ത് വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൂടുതലായി ഓരോ സ്ഥാനാർത്ഥികളുടെയും ഫലപ്രഖ്യാപനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. ആഹ്ലാദ പ്രകടനങ്ങൾ അടക്കം ഒരു ഭാഗത്ത് നടക്കുന്നു. അത്തരത്തിൽ വലിയ ഒരു നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ട്രെൻഡിന്റെ തിരിച്ചെത്താം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന്, കോർപ്പറേഷനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഉണ്ട്. തേക്കിൻകാട് ഡിവിഷനിൽ നിന്ന് NDA സ്ഥാനാർത്ഥി പൂർണിമ സുരേഷ് 311 വോട്ടുകൾക്ക് വിജയിച്ചു എന്നതാണ്. ഗൗതം, വേഗം വരും. തൃശ്ശൂരിന്റെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. NDA സ്ഥാനാർത്ഥി പൂർണിമ സുരേഷ് വിജയിച്ചിരിക്കുകയാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയാണ്. 28 സീറ്റ് LDF, 3 സീറ്റ് UDF.
തൊടുപുഴ നഗരസഭ UDF 5 LDF 2 ഒരു സീറ്റിൽ NDA മുന്നോട്ട് കുതിക്കുന്നു. കോഴിക്കോടാണ് ഏറ്റവും സസ്പെൻസ്, ത്രില്ലറാണ് കോഴിക്കോട്. എനിക്കൊന്ന് അനഘയൊന്ന് കണക്ട് ചെയ്ത് തരൂ. അനഘ ഒപ്പം ശ്യാമേ, കണ്ണമ്മൂലയിൽ പാറ്റൂരിൽ രാധാകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥി, അതായത് നമ്മുടെ ദേശാഭിമാനിയിൽ നിന്നും അദ്ദേഹം ഈ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ്, മുൻ തിരുവനന്തപുരം ബ്യൂറോ ചീഫ്, ട്രഷറർ കൂടിയായി വിനീഷിനും ഇരട്ടി മധുരാണ്. അവിടെ സ്ഥാനാർത്ഥി ലീഡ് ചെയ്തു. അതായത് CPM-ന്റെ വിമതനായി മത്സരിച്ചതാണ്. കടകംപള്ളി സുരേന്ദ്രൻ സീറ്റ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് മത്സരിച്ച ആളാണ്. അവിടെ CPM-ന്റെ വിമത സ്ഥാനാർത്ഥി. ആരോട് ചോദിച്ച പോലെ എന്തൊക്കെ കൊച്ചി കേരളത്തിൽ നടക്കുന്നതെന്ന് ചോദിച്ച പോലെ. തിരുവനന്തപുരം നഗരസഭയിൽ വീണ്ടും NDAയുടെ ലീഡ്. 11 NDA മുന്നിട്ട് നിൽക്കുന്നു. ചന്തവിള വാർഡിൽ NDA മുന്നിട്ട് നിൽക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ചന്തവിളയടക്കം 11 NDA സ്ഥാനാർത്ഥികൾ മുന്നിട്ട് നിൽക്കുകയാണ്. ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഇഞ്ചോടിഞ്ചാണ്. LDF 5, 6 UDF. തലശ്ശേരി നഗരസഭയിൽ 5 BJP ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണ 8 BJP വിജയിച്ച നഗരസഭയാണ്. കണ്ണൂരിൽ BJP ഏറ്റവും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കൊട്ടാരക്കര നഗരസഭയിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റ് BJP-യുടെ സ്ഥാനാർത്ഥി പ്രസന്ന അനിൽ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ കൊട്ടാരക്കര നഗരസഭ 10ാം വാർഡിലാണ് NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റായ വെള്ളറടയിൽ UDF സ്ഥാനാർത്ഥി N സജിത പിന്നിലാണ്. സജിത റസൽ പിന്നിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെമ്പഴന്തി വാർഡിൽ NDAയുടെ മുന്നേറ്റം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെമ്പഴന്തി വാർഡിൽ BJP-യുടെ മുന്നേറ്റമാണ്. കോഴിക്കോട് 7 പഞ്ചായത്തുകളിൽ LDF ലീഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കുറ്റൂർ പഞ്ചായത്തിൽ 4ാം വാർഡിൽ BJP, അതായത് പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ വാർഡാണ് കുറ്റൂർ. അവിടെ 4ാം വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു. ഗോപകുമാർ ആണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും വോട്ടെണ്ണൽ ആരംഭിച്ച ഏതാണ്ട് 1 മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം തിരുവനന്തപുരം കോർപ്പറേഷൻ. ഈ ഒരു നിമിഷം നമുക്ക് പറയാൻ സാധിക്കുമോ, കേരളത്തിന്റെ പൊതുചിത്രം വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ ഫലസൂചനകൾ വന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിന്റെ ഒരു പൊതുചിത്രം നമുക്കൊന്ന് വിലയിരുത്താൻ സമയമായോ? അങ്ങനെ സത്യത്തിൽ ഇതിന്റെ ഒരു ട്രെൻഡ് എങ്ങോട്ടാണെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ അസാധ്യമാണ്. പക്ഷേ NDA മുന്നേറ്റമുണ്ട്. BJP ക്യാമ്പ് പ്രതീക്ഷിച്ച രീതിയിലുള്ള മുന്നേറ്റം NDA നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ സമ്പൂർണ്ണമായ ഒരു ആധിപത്യം ആർക്കാണെന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്ത രീതിയിലാണ്. തിരുവനന്തപുരം നഗരസഭയിലേക്ക് വരികയാണ്. 11 വാർഡുകളാണ് NDA മുന്നേറ്റം. അതിൽ 8 LDF മുന്നേറുന്നുണ്ട്. ശ്രീകണ്ഠാപുരം നഗരസഭയിലാണ് ഇഞ്ചോടിഞ്ച് മത്സരം. തൃശൂർ കോർപ്പറേഷനിൽ 4 NDA, 8 LDF, 15 UDF എന്നാണ് നിലവിൽ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്.